63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിൽ നിന്നായി 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിന് തലസ്ഥാനത്തേക്കെത്തുക. വയനാട് വെള്ളാർമല GVHSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെന്ന തിരുവനന്തപുരത്തെത്തും. തലസ്ഥാനം കലസ്ഥാനമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 25 വേദികളിൽ 15,000-ൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. യുവപ്രതിഭകളുടെ കലാപ്രകടനങ്ങൾക്ക് സാക്ഷിയാകാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 25 വേദികൾക്കും നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഭാരതപ്പുഴ എന്ന് പേരിട്ടിരുന്നെങ്കിലും MTയോടുള്ള ആദരസൂചകമായി MT നിള എന്ന പേര് പുനർനാമകരണം ചെയ്തു. ഓരോ വേദിയിലേക്കും എത്താൻ QR കോഡ് സംവിധാനമുണ്ട്. വേദികളിലെല്ലാം ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും ഒരുക്കിയിട്ടുണ്ട്. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ നഗരത്തിൽ ദീപങ്ങളും തെളിഞ്ഞു. മത്സരഫലങ്ങൾ വേദിക്കരികിൽ ഡിജിറ്റൽ സൗകര്യത്തോടെ പ്രദർശിപ്പിക്കും. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് ഉത്സവം എന്ന പേരിൽ മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളാകും. മംഗലംകളി, പണിയ നൃത്തം, പളിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം എന്നീ 5 ഗോത്ര നൃത്തരൂപങ്ങളാണ് വേദിയിലെത്തുക. സംസ്കൃതോത്സവവും അറബിക് കലോത്സവവും ഇതിനോടൊപ്പം നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.